വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് 24 ക്യാമ്പയിനിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് കേസെടുത്തു. വിഷയത്തിൽ സ്വമേധ്യാ കമ്മീഷൻ കേസെടുക്കുകയായിരുന്നു. പരാതികൾ പരിശോധിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 24 ഇമ്പാക്ട്. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും അതിനാവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുമൂലം രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ 24 ചൂണ്ടിക്കാട്ടിയിരുന്നു. MRI സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത്. CT സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകുക എന്നത് തന്നെയാണ് ഓരോ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ഉത്തരവാദിത്വം. എന്നാൽ ഈ രോഗികൾക്ക് ആവശ്യമായ പരിചരണം നൽകാനുള്ള ജീവനക്കാരില്ലെങ്കിൽ അത് ഇവരുടെ ചികിത്സയെ പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുന്നത്. ഒരു മാസമായി പീഡിയാട്രിക് ICU പ്രവർത്തിക്കാത്തതിനാൽ മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥയാണ് കമ്മീഷന്റെ ഇടപെടലിന് കാരണം. പരാതികളെല്ലാം പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രിൻസിപ്പലിനോട് കമ്മീഷൻ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടത്. 24 വയനാട്. ആരിഫ് MPയുടെ ഒരു യൂട്യൂബ് സന്ദേശം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കുറുവ മോഷ്ടാക്കളുടെ കാര്യത്തിൽ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. 14 പേരിൽ ഒരാൾ പിടിയിലായി, മറ്റ് 13 പേർ പുറത്താണ്. എന്നാൽ തമിഴ്നാട് പോലീസ് 15 പേരെന്നാണ് പറഞ്ഞത്. കാര്യം ഇതൊക്കെ ചിലപ്പോൾ ഒരു കൃത്യ കണക്കാണെന്ന് നമുക്ക് പിടിച്ചാലേ അറിയാൻ പറ്റുമോ. ഇവർ 14 പേരും കേരളത്തിൽ വന്നു, അത് നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഇവരുടെ 14 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഒരു സ്ഥലത്ത് ചെല്ലുക, അത് കഴിഞ്ഞ് പല ഭാഗത്തേക്ക് പിരിയുക, എന്നിട്ട് മോഷണം നടത്തി അടുത്ത വണ്ടി കയറി തിരിച്ചു പോവുക. ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്.